എറണാകുളം ഇല്ലായിരിക്കുമല്ലോ അല്ലേ? പിന്നെ തൃശ്ശൂര് സാറേ ആലപ്പുഴ ടീമാണ്. ആലപ്പുഴ സാറേ. ഓക്കെ മേഡം, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ മീറ്റിംഗിലേക്ക് വിളിച്ചിട്ടുള്ളത് നമ്മളിപ്പോ കേരളത്തിന്റെ ആരോഗ്യം അത് കൂപ്പുകുത്തി താഴേക്ക് പോവുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പൈലി സംസ്ഥാനത്ത് കൊണ്ടുവന്നത്. പൈലി 1 എന്റെ ചോരയും നീരുമായിരുന്നു. അത് പോയി. അത് പൈലി 2 എങ്ങോട്ടൊക്കെയോ പൊക്കോണ്ടിരിക്കുകയാണ്. പൈലി 3 വന്ന് എന്റെ എന്റെ മറ്റുള്ള ചോരയെ നീരാക്കി ആരാന്റെ ആരോഗ്യം ഞാൻ ഇറക്കി. അതും ഞാൻ ആകെ സങ്കടത്തിലാണ്. അത് എങ്ങനെയല്ലേ ഇന്ന് കരകയറ്റാൻ വേണ്ടി ഞാൻ പുതിയൊരു പദ്ധതിയായിട്ട് വന്നിട്ടുണ്ട്. മിഷൻ 2031. 2031 ഈ കേരളത്തിലെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും മെച്ചപ്പെടുത്താനുള്ള ഒരു പദ്ധതി. അതിന്റെ ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് ഈ യോഗം. അപ്പൊ ഏറ്റവും നന്നായിട്ട് എല്ലാ പരിപാടിയും നടക്കുന്ന കൊല്ലത്തുനിന്ന് നമുക്ക് തുടങ്ങാം. കൊല്ലം മാഡം പറഞ്ഞോ? കൊല്ലം സാറേ കൊല്ലം ഇല്ലെന്ന് തോന്നുന്നു സാറേ. ആലപ്പുഴ ഉണ്ട് സാറേ. ആലപ്പുഴ പറയട്ടെ സാറേ. എന്നാ ആലപ്പുഴ പറ. പ്രിയപ്പെട്ട വിപിൻ സാർ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. SMOക്ക് നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആലപ്പുഴയിലെ എല്ലാ പ്രധാന പ്രോഗ്രാം ഓഫീസർമാരുമായി ചർച്ച ചെയ്യുകയും 2031 ആലപ്പുഴ ജില്ല എവിടെ എത്തി നിൽക്കണമെന്ന് മാസ് മീഡിയ ഓഫീസർ ശ്രീമതി ഡോക്ടർ ചിത്ര മന്ദിരയുടെ നേതൃത്വത്തിൽ വിശദമായ ചർച്ച തന്നെ നടത്തി കേരളക്കരയാകെ അഭിമാനം കൊള്ളുന്ന ഒരു കൂട്ടം പദ്ധതികളാണ് ആലപ്പുഴ ജില്ല തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങളെ പ്രിയപ്പെട്ട ദിൽകുഷ് പ്രസന്റ് ചെയ്യേണ്ട സാറേ. മേഡം ഓക്കെ, പറയട്ടെ മേഡം, പറയട്ടെ. ബഹുമാനപ്പെട്ട വിപിൻ സർ, ബഹുമാനപ്പെട്ട DMO മാഡം, പ്രോഗ്രാം ഓഫീസേഴ്സ്, നേരത്തെ DMO മാഡം പറഞ്ഞ പോലെ SMOയിൽ ഈ ഒരു സന്ദേശം കിട്ടിയ സമയത്ത് തന്നെ പ്രോഗ്രാം ഓഫീസർമാരും നമ്മുടെ ഡെപ്യൂട്ടി DMOമാരും 2031 മിഷനെ സംബന്ധിച്ച് വിശദമായ ചർച്ച ജില്ലാതലത്തിൽ നടത്തിയിരുന്നു. ജില്ലാ മാസ് മീഡിയ വിംഗിലെ ഡോക്ടർ ചിത്ര മണ്ഡിരയുടെ നേതൃത്വത്തിൽ വളരെ വിശദമായ ചർച്ചകളാണ് നടന്നത്. പ്രധാനമായും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഭൂതകാലത്ത് വലിയ വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുള്ള എലിപ്പനിയുടെ പ്രതിരോധവും അതുപോലെ നിലവിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള പട്ടികടിയും അതേപോലെ കാലാകാലങ്ങളായിട്ട് ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷിപ്പനിയും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ടാണ് ജില്ലയിൽ ആശയം ഉരുത്തിരിച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സ്വപ്നമാണ് എല്ലാവർക്കും ഉള്ളത്. കാവാലം ജെട്ടികൾ ആലപ്പുഴ ജില്ലയുടെ ഒരു ഖ്യാതി ലോക ഭൂപടത്തിൽ വിളിച്ചോതിയിട്ടുള്ള ഒരു പ്രധാന സാധന സാമഗ്രിയാണ്. അതുകൊണ്ട് തന്നെ കാവാലം ജെട്ടി നിർമ്മിക്കുന്ന കമ്പനിയുമായി ചേർന്നുകൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് 2031 സ്വപ്ന പദ്ധതികൾ ജില്ലാ മാസ് മീഡിയ വകുപ്പിലെ ഡോക്ടർ ചിത്ര മണ്ഡിര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പദ്ധതിയുടെ പേര് സർ പട്ടികടി ജെട്ടി. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും അത് ആ കൗതുകം പ്രായോഗിക തലത്തിലും ഉണ്ടാകുന്നതാണ് പട്ടികടി ജെട്ടി എന്നുള്ള പദ്ധതി. പെൺപട്ടികളെ സംബന്ധിച്ച് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ജെട്ടികൾ പ്രൊവൈഡ് ചെയ്യുകയും ആൺപട്ടികൾ പെൺപട്ടികളെ സമീപിക്കുമ്പോൾ എളിഭരായി മടങ്ങുന്ന ഒരു വിശേഷത്തിൽ കൊണ്ടെത്തിച്ച് പട്ടിക്കുട്ടികൾ ഭാവിയിൽ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയാണ് പട്ടികടി ജെട്ടി പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ പട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു കുറവ് വരുത്താൻ കഴിയുമെന്നാണ് ഡോക്ടർ ചിത്ര മന്ദിര ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയുടെ ധനകാര്യ സ്ഥിതിയെ വളരെ ഒരു വെല്ലുവിളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ് പക്ഷിപ്പനി. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ദേശാടന കിളികൾക്ക് അടിവസ്ത്രം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി കിളിക്കൊരു കളസം കാവാലം ജെട്ടികളുമായി ചേർന്ന് നടപ്പിലാക്കുന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ വകുപ്പിന് എല്ലാ കാലത്തും വെല്ലുവിളിയാണ് എലിപ്പനി. എലിക്ക് പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കാനുള്ള അവസരം കൊടുത്താൽ വീണ്ടും ഈ ഒരു പ്രശ്നം മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. കാവാലം ജെട്ടി കമ്പനിയുമായി ചിത്രാ മന്ദിര ആ കാര്യം സംസാരിക്കുമ്പോഴത്തേക്ക് ഓരോ എലിക്കും ഒരു ലെങ്കോട്ടി, അതൊരു പുതിയ പദ്ധതിയായി എലിക്കൊരു ലെങ്കോട്ടി
ഇങ്ങനെ നൂതനമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഏകദേശം 501ഓളം പദ്ധതികൾ ഇവിടെ ജില്ലയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നീ ജട്ടി നിർത്താനോ നിർത്താമോ? Yes, sir. I am here only, sir. സാറേ ജോലി പഠിക്കണേ സാറേ, ഞങ്ങളുടെ DPM. പറഞ്ഞു. Sir, I appreciate the efforts taken by our DSO, sir. They are very marvelous, sporadic, fantabulous, and non-athanasious, sir. They are definitely an eye-opener, sir. അല്ല ഡോക്ടറെ, നിങ്ങൾ വിഷയത്തിലേക്ക് വരും, എന്തെങ്കിലും മനസ്സിലായി? Sir, we should foresee all the SDG goals while we talk, sir, and all the KP are to be taken in mind, sir. മാഡം, ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മാഡം ഈ കക്കൂസ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ കുട്ടികളുടെ അപ്പി കഴുകുന്നതും വരെ റോബോട്ടാണ് സാർ. ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സാർ പലപ്പോഴും. ആലപ്പുഴയും നിങ്ങൾ എന്തായി പറഞ്ഞ റോബോട്ടോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ? റോബോട്ട് പോലും നടക്കും സാറേ. ഞാനാണെങ്കിൽ KMCL പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു റോബോട്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സാർ. 5-6 പേര് പണി ഒറ്റയ്ക്ക് എടുക്കും. Yes, madam, you studied, madam, and you are the Independence Army of our country, madam, and you are very diabetic, bombastic, and diplomatic, madam. We are already going to deploy at least 5 robots to our Chettigar Institute of Medical Science, madam. താങ്ക് യു ജോർജ് പണിക്കർ. ആ ചെട്ടിയാടെ കൈപ്പണ കേട്ട സൂപ്രണ്ട് ഇതുവരെ സ്റ്റാഫ് പ്രോജക്ട് പ്രപ്പോസൽ പോലും തന്നിട്ടില്ല. പറ്റിയാല് സൂപ്രണ്ടിന് പകരം റോബോട്ടിനെ കൂടി അന്വേഷിക്കണം മിസ്റ്റർ പണിക്കർ. ആലപ്പുഴ നിങ്ങൾ എന്ത് കോക്കിലെങ്കിലും കാണിക്കും. ഞാൻ എന്റെ വേറൊരു മീറ്റിംഗിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് ആലപ്പുഴക്കാര് 501 പോയിന്റും റോബോട്ടും റോപ്പ് അല്ലാതെ കൊച്ചെ എന്നാ പോലെയൊക്കെയായി പറയുന്നത്? റോബോട്ടോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? മാഡം, ഇതെല്ലാം മാസ് മീഡിയ ഓഫീസർ ഡോക്ടർ ചിത്ര മന്ദിരയുടെ ഓരോരോ ഐഡിയാസ് ആണ് മാഡം. പിന്നെ നമ്മളെ കൂടെ നിന്ന് കൊടുക്കുക. രാജമാതയ്ക്കാണെങ്കിൽ ചിത്ര മന്ദിര മതി. കൊച്ചെ ഈ ചിത്ര മന്ദിരയൊക്കെ മാസ് മീഡിയ ഓഫീസർ ആയോ? ഈ ഇടയ്ക്കൊക്കെ ജോലി ചെയ്തതല്ലേ ഉള്ളു. ആ സുജയൊക്കെ ഇവിടെ എത്ര കാലം കിടന്നു നരകിച്ചതിന് ശേഷമാണ് മാസ് മീഡിയ ഓഫീസർ ആയത്. ചിത്രാമന്ദിരയൊക്കെ 1-2 വർഷം ആയാലും ഇവിടെ വന്നിട്ട്. അതൊക്കെ അവരുടെ ഓരോരോ കളികളല്ലേ മാഡം. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ ഒരു മയക്കേട്ട് എന്തും പറയാനാണോ? റോബോട്ട് പോലും ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയ കാശില്ലാത്ത റോബോട്ട് എന്തൊക്കെയാ? ഞാൻ എങ്ങനെയാ അവിടെ ചെന്ന് നാളെ DPOയുടെ DSO മുന്നിൽ ചെല്ലും? അമ്മമാരെന്നെ തൊഴിലിരിക്കും. അപ്പൊ എന്തൊക്കെയാണ്? Oh, Paru, where are you living, Paru? This is the era of AI, Paru. Hey! Oh, Paru, this is not your RP, Paru. World is changing very fast. Hey, മനുഷ്യ, മര്യാദക്ക് മലയാളത്തിൽ പറയാം എന്റെ അടുത്തെങ്കിലും. Oh, Paru, നീ ലോകം കാണാനിട്ടാ Paru. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയ എല്ലാ കാര്യങ്ങളും പുല്ല് ചെത്താനും ക്രിക്കറ്റ് കളിക്കാനും അടിച്ചു വരാനും ഒക്കെ റോബോട്ടാണ് Paru. Let us think on futuristic ways, Paru. Kudos. മനുഷ്യ, അത് വെസ്റ്റേൺ കൺട്രീസിലല്ലേ? ഇവിടെ എന്തിനാ ഇതിപ്പോ പറയുന്നേ? ഓ എന്റെ Paru, ഞാൻ ഈ MBH പഠിക്കാൻ ആംസ്റ്റർഡാമിലും പട്ടായയിലൊക്കെ പോകുന്ന എന്തിനാ എന്റെ Paru? ദേഷ്യം വരുമ്പോ നിന്റെ മുഖം കാണാൻ എന്ത് പണിയാ എന്റെ Paru? ഞാൻ അവിടെ ചെന്നിട്ട് വീട്ടിലെ എല്ലാ പണിയെടുക്കുന്ന ഒരു നല്ലൊരു റോബോട്ടിനെ നിനക്ക് ഞാൻ അയച്ചു തരാം. അപ്പൂന്റെ ഒരു കാര്യം. കാലം മുന്നോട്ട് കടന്നുപോയി. ജോർജ് പണിക്കർ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്തിന്റെ ഉപരിപഠനം പൂർത്തിയാക്കി. വിദേശത്ത് സ്വപ്നം കണ്ടിരുന്ന ജോലി സ്വായത്തമാക്കി. കേരളം വിട്ട് വിദേശത്തേക്ക് കടന്നു. കൂന്മേൽ ഗുരു പോലെ പരാതിപ്പാറിന്റെ ചുമരുകളിലേക്ക് ആരോഗ്യ കേരളത്തിന്റെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ അധിക ചുമതല വന്നു ചേർന്നു. ഔദ്യോഗിക ചുറ്റുപാടുകളുടെ സംഘർഷവും
ഗാർഹിക അന്തരീക്ഷത്തിലെ തിരക്കുകളും പരാതി പാറുവിനെ വല്ലാതെ ആവലാതിയിലാക്കി. തൻ്റെ പ്രാണനാഥനോട് പരാതി പാറും ആവലാതികൾ ടെലിഫോൺ മുഖാന്തരം പങ്കുവയ്ക്കുന്നു. അപ്പൊ സുഖമാണോ അവിടെ? ആംസ്റ്റർഡാമിൽ ഇവിടെ എന്ത് പാറു, നിന്നെ കാണാതെ ഒരു രസമില്ല പാറു. അവിടെ എങ്ങനെയുണ്ട് പാറു, സുഖാണോ? സുഖം, സമാധാനം, സ്വസ്ഥം. 2 പിള്ളേര് നല്ല സുഖം തരുന്നുണ്ട്. പിന്നെ ഓഫീസിലെ കാര്യമാണ് പറയൊന്നും വേണ്ട. DMO എപ്പോഴും എന്റെ പറയാ. DSO ആണെങ്കിൽ വലിയ ശല്യം. ആർക്കും മനസ്സിലാകാത്ത എന്തൊക്കെയോ എല്ലാ ദിവസവും അയച്ചു തരുന്നു. കുക്കിങ്ങിന്റെ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ആണെങ്കിൽ ഒട്ടും പണിയെടുക്കുന്നില്ല. DTO കറക്കത്തോടെ കറക്കം. ചിത്ര വണ്ടിയിലാണെങ്കിൽ അബദ്ധങ്ങളുടെ ഘോഷയാത്ര നടന്നതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഗിൽബർട്ടിന്റെ മണി, പിന്നെ കുറെ സ്കാൻ മെഷീനൊക്കെ പൂട്ടിച്ച് ആകെ കുളമായി കൈവിട്ട് പോയ അവസ്ഥയാ. വീട്ടിലാണെങ്കിൽ പണിയെടുത്ത് നട്ടലൊടിഞ്ഞ് എന്റെ അപ്പോ അപ്പൊ അന്ന് എന്തോ ഗീർവാണം കിട്ടാന്നല്ലോ. ഇനി റോബോട്ടിനെ കൊണ്ടുവന്ന് എന്നെ രക്ഷിക്കുമെന്ന്. എവിടുത്തെ റോബോട്ടിനെ കൊണ്ടുവന്ന് എന്നെ ഒന്ന് ഈ നരകത്തിൽ രക്ഷിക്കേണ്ട അപ്പോ. സമാധാനപ്പെടുക, റോബോട്ട് വരുമെന്ന് ജോർജ് പിള്ള പറഞ്ഞാൽ റോബോട്ട് വരും. ഹലോ, ആരാ? നമസ്കാരം മാഡം, ഡോക്ടർ പാർവതി മാഡം അല്ലേ? മാഡം ആമസോണിലാണ്, ഒരു കൊറിയർ ഉണ്ടേ. ഞാൻ ഓഫീസിലുണ്ട്, കൊണ്ടുവന്നാ മതി. തന്റെ പ്രാണനാഥൻ കൊടുത്തയച്ച റോബോട്ട് പരാതി പാറു ആകാംക്ഷയോടെ ഒരു നിമിഷം നോക്കി നിന്നു. പരാതി പാറുവിന്റെ ജീവിതത്തിൽ എത്ര ചടുലമായ മാറ്റങ്ങളാണ് നമ്മുടെ റോബോട്ട് കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. റോബോ, പാത്രം കഴുകിയിട്ട് വേണം കക്കൂസ് കഴുകാൻ. അല്ലാതെ കക്കൂസ് കഴുകിയിട്ടല്ല പാത്രങ്ങൾ ഉണ്ട്, കേട്ടല്ലോ. റോബോ, ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് SMO, ATR നോക്കണം, നമ്മുടെ RC പോർട്ടൽ നോക്കണം, HMIS നോക്കണം, എല്ലാം UPS നോക്കണം കേട്ടോ, പ്രത്യേകം നോക്കണം. ഇതൊന്നും മറന്നു പോയത് കേട്ടോ. പിന്നെ കൊച്ചുങ്ങളെ അത് പ്രത്യേകം സൃഷ്ടിക്കണം. അയ്യോ റോബോ, ഒരു കാര്യം വിട്ടുപോയി. മൈഗോടെ DSOയുടെ വല്ലോ ഗൂഗിൾ ഫോം വന്നത് നോക്കിക്കോടെ ഗ്രൂപ്പിലൊക്കെ. റോബോട്ട് സഹായത്തോടെ പരാതി പാറും തന്റെ ജോലിയും തിരക്കുമൊക്കെ ഒരു പരിധിവരെ ക്രമീകരിച്ചു. റോബോയ്ക്ക് വേണ്ടി നാനാഭാഗത്തു നിന്നും ആവശ്യക്കാർ വന്നു തുടങ്ങി. ഹലോ ഹലോ, പാർവതി മേഡം, ജിംസിലെ സൂപ്രണ്ടാണ്. ഏമോയിൽ കൂടെ ഉണ്ട്. എന്ത് പറ്റി വിപിൻ സാറേ? പാർവതി മേഡം, ഞങ്ങളുടെ പുതിയ ബിൽഡിങ്ങിലെ 50 കക്കൂസും ബ്ലോക്കാണ്. അതിന് മാഡത്തിന്റെ ഓഫീസിൽ ആ റോബോട്ട് മെഡിക്കലാണ് കേട്ടോ. ഒരു 2 ദിവസത്തേക്ക്. 2 ദിവസത്തേക്ക്? 2 ദിവസത്തേക്ക് ഒന്ന് വിട്ടു തന്നാൽ മതി. ആ കക്കൂസിന്റെ ബ്ലോക്ക് മാറ്റിയിട്ട് ഉടനെ തന്നെ തിരിച്ചറിഞ്ഞേക്കാം. അയ്യോ, 50 കക്കൂസോ? ഇവിടെ തന്നെ റോബോയ്ക്ക് പിടിപ്പത് പണിയുണ്ട്. എന്നാലും ആശുപത്രിയുടെ കാര്യമല്ലേ, ഞാൻ തന്നേക്കാം.
പറഞ്ഞു വേണം. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തെ ഒപ്പി കൂടെ നോക്കിയിട്ട് തിരിച്ചു വിട്ടാ മതിയോ? അല്ല, അപ്പൊ നിങ്ങള് 2 ഡോക്ടർമാര് ഇപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളവിടെ പോകുന്നു? പുറത്ത് പറയില്ല പറഞ്ഞു മേഡം. ഇവിടെ ഒരു ഒട്ടകത്തിന്റെ മന്തി വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കഴിക്കണ്ടേ? റോബോട്ട് ചിറകിലേറി ആലപ്പുഴയുടെ ആരോഗ്യ സൂചികൾ വാനോളം ഉയർന്നു. ആലപ്പുഴയിൽ ആഘോഷത്തിന്റെ രാവുകൾ. ആലപ്പുഴയുടെ ആരോഗ്യ സൂചികയിലുള്ള അഭൂതപൂർവമായ നേട്ടം അയൽ ജില്ലകളിൽ അസൂയ പടർത്തി. അവർ ഏതു വിധേനയും റോബോട്ടിനെ അപായപ്പെടുത്താൻ ഗൂഢസംഘങ്ങളെ നിയോഗിച്ചു. We are professional kidnappers from Kolkata. അയ്യോ അയ്യോ, എന്റെ റോബോ ഉണ്ട്, എന്റെ റോബോ. അയ്യോ അപ്പു, എന്റെ അപ്പു, എന്റെ അപ്പു. അയ്യോ, അയ്യോ, നിനക്കൊക്കെ കണ്ണീച്ച റോബോട്ടിനെ കിട്ടിയെന്ന് ഇങ്ങനെ പണിയെടുപ്പിക്കാനുള്ള എന്നാലും എന്റെ പാറു നീ ബ്രഹ്മാരുടെ കൂടെ ചേർന്നല്ലോ. അറിഞ്ഞോണ്ടാണോ എന്റെ അപ്പു? എന്നാലേ ഇനി ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? യൂട്യൂബ് പാറു.